ഇന്ന് വൃക്കരോഗത്തെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് SUT ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീജേഷാണ് നമ്മോടൊപ്പം ഉള്ളത്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, വൃക്കരോഗങ്ങൾ ഏതൊക്കെ തരത്തിലാണുള്ളത്? വൃക്കരോഗങ്ങൾ സാധാരണയായി ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് ഈ ഡയബറ്റിസ് റിലേറ്റഡ് ആണ്. പ്രമേഹ രോഗികളിൽ കാണുന്ന ഡയബറ്റിക് നെഫ്രോപ്പതി തന്നെയാണ് നമ്മുടെ ഈ പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന വൃക്കരോഗം. മറ്റ് വൃക്കരോഗങ്ങൾ ബ്ലഡ് പ്രഷർ, രക്താതിസമ്മർദ്ദവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ചില ജനിതക രോഗങ്ങൾ, ഓട്ടോസോമൽ ഡോമിനൻ്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞ അസുഖവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ കിഡ്നി അസുഖങ്ങൾ വരാം. മറ്റൊരു വലിയൊരു ഗ്രൂപ്പ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്. ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറയുമ്പോൾ കിഡ്നിയിലെ അനേകമായിരം അരിപ്പകളുണ്ട്. അത് ഗ്ലോമർലെസ് എന്ന് പറയുന്നത് അരിപ്പകളെ ബാധിക്കുന്ന അസുഖമാണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. പിന്നെ വേറെയുള്ളത് വൃക്കകളിലെ കല്ലുകൾ, വൃക്കകളിലുണ്ടാകുന്ന തടസ്സങ്ങൾ, ജന്മനാ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, അതുമായെല്ലാം സംബന്ധിച്ച് വൃക്കകളിലുണ്ടാകുന്ന രോഗം അതും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. വൃക്കരോഗം ബാധിച്ച ഒരു വ്യക്തിയിൽ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കാണുന്നത്? ഇപ്പോൾ നമ്മൾ വൃക്കരോഗം ബാധിച്ച വ്യക്തിയിൽ ചിലപ്പോൾ നീര് വെക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് എത്രമാത്രം അത് വ്യാപകമാണത്? താങ്കൾ പറഞ്ഞത് തീർച്ചയായും ശരിയാണ്. ഒരു വൃക്ക രോഗികളിൽ ഏറ്റവും വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു രോഗലക്ഷണം തന്നെയാണ് നീര്. ഇത് ചിലപ്പോൾ അത് വീക്കം എന്ന് പറയാം. നീര് അല്ലെങ്കിൽ നീർക്കെട്ട് അല്ലെങ്കിൽ വീക്കം. സാധാരണയായി ഈ നീർക്കെട്ട് ആദ്യമായി കണ്ടുവരുന്നത് ഒരാൾ എഴുന്നേറ്റ് വരുമ്പോൾ കണ്ണിന് ചുറ്റും നീരായിട്ടായിരിക്കാം. പക്ഷേ ഒരു ദിവസം കഴിയുമ്പോഴേക്കും, അതായത് വൈകുന്നേരങ്ങളിലൊക്കെ ആകുമ്പോഴേക്കും അത് കാലുകളിലായിരിക്കും നീര് വരുന്നത്. ഇത് സാധാരണയായി രണ്ട് കാലുകളിലും ഒരേപോലെ തന്നെയാണ് നമ്മൾ കാണാറുള്ളത്. ഈ നീര് നമ്മൾ തൊട്ട് നോക്കിയാൽ കുഴിഞ്ഞു പോകുന്ന തരത്തിലുള്ള നീരായിരിക്കും. ഈ നീര് പിന്നെ സാവധാനം ശരീരമാസകലം വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന എല്ലാ നീർവീക്കങ്ങളും ഇതുപോലെ വൃക്കരോഗ ലക്ഷണങ്ങളല്ല? തീർച്ചയായും അല്ല. മറ്റ് അസുഖങ്ങളിലും ഇതുപോലെ തന്നെ വരാം. ഹൃദ്രോഗമുള്ളവരിൽ, കരൾ രോഗമുള്ളവരിൽ എല്ലാം ഇതുപോലെ നീര് കാണാം. ചില അവസരങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് രോഗമൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഇതുപോലെ നീരുണ്ടാവാം. പ്രത്യേകിച്ചും പ്രമേഹത്തിന് കഴിക്കുന്ന ചില മരുന്നുകളുടെ പാർശ്വഫലമായി, രക്താതിസമ്മർദ്ദത്തിന് കഴിക്കുന്ന ചില മരുന്നുകളുടെ പാർശ്വഫലമായെല്ലാം നീരുണ്ടാവാം. ചില സ്ത്രീകളിൽ ഈ ആർത്തവ വിരാമത്തിൻ്റെ സമയത്ത്, അതായത് പെരിമെനോപോസൽ പീരീഡ് എന്ന് നമ്മൾ പറയും, ആ സമയത്ത് നീരുണ്ടാവാം. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ. അതുകൊണ്ട് നീരുണ്ടെങ്കിൽ എപ്പോഴും ഇത് വൃക്കരോഗത്തിൻ്റെതാണ് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ എപ്പോഴും കാലിലോ അല്ലെങ്കിൽ മുഖത്തോ നീര് കണ്ടെങ്കിൽ ഇത് വൃക്കരോഗമല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതിന് ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്.